ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അക്ഷരാർത്ഥത്തിൽ വറുത്തെടുത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അധികാരക്കൊതി മൂത്ത് ഏത് രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പവും വേദി പങ്കിടാൻ രാഹുലിന് യാതൊരു മടിയുമില്ലെന്ന് ഒരിക്കൽ കൂടി സഭയിൽ തെളിഞ്ഞിരിക്കുകയാണ്. നക്സൽ അനുഭാവികളുമായി രാഹുൽ വേദി പങ്കിട്ടെന്നും ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന വധിച്ച നക്സൽ ഭീകരൻ ഹിദ്മയ്ക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങളെ അദ്ദേഹം പിന്തുണച്ചെന്നും അമിത്ഷാ തുറന്നടിച്ചു. ഇന്ത്യയിലെ നക്സലിസത്തിനെതിരായ പോരാട്ടങ്ങളെ കുറിച്ച് സംസാരിക്കാൻ രാഹുലിന് എന്ത് യോഗ്യതയാണുള്ളത്? നക്സലിസത്തിന്റെ മൂലകാരണം വികസനമില്ലായ്മയല്ല, മറിച്ച് 1970-കളിൽ രാഹുലിന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വളർത്തിയെടുത്ത ഒരു പ്രത്യയശാസ്ത്രമാണെന്ന് അമിത്ഷാ രാഹുലിനെ പഠിപ്പിച്ചു. അന്ന് ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി അംഗീകരിച്ചു കൊടുത്ത ആ ഇടത് പ്രത്യയശാസ്ത്രമാണ് പിന്നീട് രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിലേക്ക് ചുവന്ന ഇടനാഴിയായി പടർന്നത്. നിയമവാഴ്ച അവസാനിച്ച അവിടെ 12 കോടിയോളം ആളുകളാണ് വർഷങ്ങളോളം ദാരിദ്ര്യത്തിൽ കഴിഞ്ഞത്. ആയിരക്കണക്കിന് യുവാക്കളുടെ ജീവൻ പൊലിഞ്ഞതിന് ഉത്തരവാദി ആരാണെന്ന അമിത്ഷായുടെ ചോദ്യത്തിന് മുന്നിൽ കോൺഗ്രസിന് ഉത്തരമില്ല. ഇന്ന് ഛത്തീസ്ഗഡിലെ ഖസ്തറിൽ നിന്നടക്കം നക്സലിസത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വശത്ത് ശക്തമായ സൈനിക നീക്കങ്ങളിലൂടെയും മറുവശത്ത് ചർച്ചകളിലൂടെയും ഇന്ത്യയിൽ നിന്ന് നക്സലിസവും മാവോയിസവും പൂർണ്ണമായും വേരോടെ പിഴുതെറിയാൻ അമിത്ഷാ അഹോരാത്രം പരിശ്രമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പുനരധിവാസ പദ്ധതികളിലൂടെ ആയുധം വച്ച് കീഴടങ്ങിയ നിരവധി നക്സലുകൾക്ക് ഇതിനോടകം പുതിയ ജീവിതവും നൽകിക്കഴിഞ്ഞു. NDA സർക്കാർ കഠിനാധ്വാനത്തിലൂടെ കെടുത്തിയെറിയാൻ ശ്രമിക്കുന്ന ഈ തീയിലേക്കാണ് രാഹുൽ വീണ്ടും എണ്ണ കോരിയൊഴിക്കുന്നത്. കോൺഗ്രസ് എക്കാലത്തും വിഘടനവാദ ശക്തികളെ താലോലിച്ചിട്ടേ ഉള്ളൂ. രാജ്യത്തെ ശിഥിലമാക്കുന്ന ആ പാരമ്പര്യം തന്നെയാണ് രാഹുലും ഇന്നും തുടർന്നു പോരുന്നത്. അധികാരത്തിലേറാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത രാഹുലിന്റെ ഈ രാജ്യവിരുദ്ധ മനോഭാവം നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്. ഉറി സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം പാകിസ്ഥാന്റെ അതേ സ്വരത്തിൽ സംസാരിക്കുകയും ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുകയും ചെയ്തത് ഇതേ രാഹുൽ തന്നെയാണ്. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ നട്ടലില്ലാത്ത ഭരണകാലത്ത് പാകിസ്ഥാന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ കഴിയാതിരുന്നത് കൊണ്ടാകാം ഇന്ത്യക്ക് അതിനുള്ള ശേഷിയുണ്ടെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭീകരരുടെ താവളങ്ങൾ തകർത്തെറിഞ്ഞതിന് വ്യക്തമായിട്ടുള്ള സാറ്റലൈറ്റ് തെളിവുകൾ ഉണ്ടായിട്ടും ഇന്ത്യൻ സൈന്യം കുറച്ച് മരങ്ങൾ മാത്രമാണ് നശിപ്പിച്ചതെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ രാഹുൽ നിരന്തരം ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും രാഹുലിന്റെ ആശങ്ക ഇന്ത്യയുടെ എത്ര റഫാൽ വിമാനങ്ങൾ തകർന്നു എന്നതിലായിരുന്നു. എന്തുകൊണ്ട് റഫാൽ? കാരണം മുമ്പ് റഫാൽ ഇടപെടലിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള അഴിമതി ആരോപിച്ചതിന് സുപ്രീം കോടതിയിൽ നിരുപാധികം മാപ്പ് പറയേണ്ടി വന്നതിന്റെ കലിപ്പ് തീർക്കാനുള്ള ഒരു അവസരമായിട്ടാണ് രാഹുൽ ഇതിനെ കണ്ടത്. അതുകൊണ്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ വ്യാജവാദങ്ങളും ചൈനീസ് നിർമ്മിത AI വീഡിയോകളും യാതൊരു ലജ്ജയും ഇല്ലാതെ അദ്ദേഹം ആവർത്തിച്ചു. ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേര തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന അങ്ങേയറ്റം പ്രിവിലേജ്ഡ് ആയ ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ജനം വോട്ട് ചെയ്തില്ലെങ്കിൽ ജനത്തിനെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് വോട്ടിംഗ് മെഷീനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറ്റപ്പെടുത്തുക, ഒപ്പം രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം നിരുപാധികം നിലകൊള്ളുക. താൻ ഈ രാജ്യത്തെ ഏതോ വലിയ യുവരാജാവാണെന്ന അദ്ദേഹത്തിന്റെ ധിക്കാരം ജനാധിപത്യത്തിന് തന്നെ അപഹാസ്യമാണ്. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാൻ അതിർത്തിക്കപ്പുറമുള്ള ശത്രുക്കളുടെ വാക്കുകളും അതിർത്തിക്കുള്ളിലുള്ള ശത്രുക്കൾക്കൊപ്പവും നിൽക്കുന്ന അവരുടെ വാക്കുകൾ കടമെടുക്കുന്ന ഈ രാഷ്ട്രീയ കാപട്യങ്ങൾക്കും രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന നിലപാടുകൾക്കുമുള്ള ശക്തമായ മറുപടിയാണ് അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ നൽകിയത്. ന്യൂസ് ഡെസ്ക്.